ഭായ് വന്നേ. ആ ഡോണ്ട് പറയുന്നു. ആ മോതിരം ഇട്ട് കൊടുക്കാൻ അയാളായിരുന്നു തൻ്റെ തൻ്റെ അളിയന്. ശിവഭായി ഞാൻ സോപ്പിട്ടല്ലേ സോപ്പ് എന്നെ കൊണ്ട് പൊളിച്ചടുക്കാൻ നമുക്ക്. ഇതൊക്കെ ഒരു കണക്കും കാര്യങ്ങളുള്ള ഇഷ്ടം. വെയിറ്റിംഗ് എടുത്ത് അത് പോട്ടെ, കുഴപ്പമില്ല. അതെ, ഷട്ടർ തുറന്ന് പുറത്ത് നോക്ക് നടക്കില്ല. ആരെങ്കിലും കാണും. ആരും കാണാനും ഷട്ടറോട് നടത്തി കയറില്ല. അതുപോലെ തന്നെ ആരും കാണാൻ ഷട്ടറോട് പുറത്തേക്ക് പോകും. അല്ല പിന്നെ നിങ്ങളൊക്കെ എന്തുട്ട് കള്ളന്മാരാ. ആരെങ്കിലും ഷട്ടർ തുറന്ന് കക്കാൻ കയറുമോ? പിന്നെ ചുമര് കുത്തി തുറന്നല്ല കക്കാൻ കയറണേ. ഈ പൈൻ്റ് പൊതിഞ്ഞുകൊണ്ട് വരുന്ന പത്രം വായിച്ചുള്ള വിവരം പോലും ഇല്ലല്ലേ ഭായ്. അതൊക്കെ ചരമ വാർത്തകളായിരിക്കും. നമ്മളതൊക്കെ ഞാൻ നോക്കാം. സൂക്ഷിച്ചു നോക്കാം. ഭായ് എന്താണ് നമ്മള് പോലെ ഇയാൾ കൊളോക്കോ പട്ടികള് കന്നിമാസമല്ലല്ലോ, പട്ടിയിടനായിരിക്കും. എന്റെ ഉള്ളൊന്ന് കാളി ഞാനും പിടിച്ചു. ഇപ്പം എങ്ങനെയുണ്ട്? ഏതായാലും ഷട്ടർ തുറന്ന് പുറത്ത് നോക്ക് നടക്കില്ല. വേറെ ഏതെങ്കിലും വഴി ആലോചിക്കും. അല്ലേലേ എല്ലാവരും കൊടുക്കും. തമിഴിൽ ഡയലോഗ് അടിക്കണ്ടാ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഞങ്ങൾ ചെയ്യും. താനേ ഇന്നിടയ്ക്ക് വലിഞ്ഞു കയറുക എന്നാളാ. വലിച്ചു കയറ്റി എന്ന് പറയും. അതല്ലോ വലിച്ചു കയറ്റി തന്നെ പുറത്തു കിടക്കാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണ്ടേ? വേറെന്തിട്ട് വഴി ഷട്ടറോട് നമ്മൾ അങ്ങോട്ട് പോകും. വല്ലവരും കാണില്ലേ? കാണില്ലേ? ഇട മൈക്കുളാഞ്ചന്മാരെ രണ്ട് കാര്യം തന്നിരിക്കണേ. നടക്കാൻ വേണ്ടി മാത്രമല്ല, ഓടാനും കൂടിച്ചാ. എന്റെ ഭയ ഒന്നും ശരിയാവൂല. വേറെന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ. ചേട്ടാ ഇവിടെയല്ല, ദയാജി എന്തേ? പുറത്തു കിടക്കാൻ പിന്നെ വേറെന്താ വഴി? നോക്കട്ടെ, നോക്കാം. വാ. വന്നേ ചേട്ടാ, ഇങ്ങോട്ട് പാടും. അതൊക്കെ കുറച്ച് ആളാക്കുമല്ലേ വെൽസാ. അല്ല വഴി എന്തൊട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കൂടെ? പുറത്തു പോയിക്കാം. ഇവിടെ വേണം, ഇവിടെ വെക്ക്. അതെ, ഇത് പൊളിക്ക്. എന്നിട്ട് ഒരാൾക്ക് കടക്കാൻ പാകത്തിന് ഇങ്ങനെ ഒരു ദോരം ഉണ്ടാക്കുക. അയ്യോ അത് പറ്റില്ല. ഒന്നൊരാള് ഞാൻ എൻ്റെ. അതെ, ഇയാളുടെ സൈസിന് ഉണ്ടാക്കുക. ഇത് പൊളിക്കുമ്പോ ശബ്ദം ഉണ്ടാവില്ലേ? ആ ശബ്ദം. ഓ അത് ശരിയാണല്ലോ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്താലോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. പുറത്ത് ട്രെയിൻ പോകുന്ന സമയത്ത് പണിയെടുത്താം. ടൂൾസ് എടുത്തിട്ടോ. പറഞ്ഞിട്ട് പിടിച്ചൂടെ? ശരിച്ചേട്ടാ, അവിടെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച്. വലിയ കാര്യമില്ല. എന്തായാലും ഒരു സമയം എടുക്കും. അതിനിടയിൽ ഇത് മൊത്തം തൂക്കി വെക്കണം. എന്നിട്ട് 5 ഷെയർ ആക്കണം. ഇല്ലല്ലേ മണ്ണിന് അരിക്കുന്നവൻ പെണ്ണ് പഠിച്ചു. നീ ഒരു പേനം പേപ്പർ എടുത്ത് വന്നിട്ടുണ്ട്. അവിടെ ഉണ്ടാവും. ശരി, എന്താണോ? അതെ, ഞാൻ ശിവനോട് കാര്യം ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇപ്പൊ വരാം. എടാ ശിവ, എടാ ഈ മണി ഞാൻ നടക്കണ ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കണോട്ടോ. പെങ്ങളുടെ കൊച്ചിന് മാമ്പോസിക്ക് കൊടുക്കാനേ. അതൊക്കെ അവർ നോക്കിക്കോളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ വട്ടത്തിലടിച്ചോ. വേഗാവട്ടെ. അതെ, കട്ട ഒരു കാരണവശാലും ഉളിയിൽ തുണിയൂറ്റി അടിക്കും. അപ്പൊ ശബ്ദം വരത്തില്ല. താനെന്തിനാ നിർത്തിയ? തുണി ഇട്ടണ്ടേ? എടോ, ട്രെയിൻ പോയി തീരുന്നതിന് മുമ്പ് കുത്തി പൊടിക്കടോ.
മതി 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 നിർത്തിക്കോ. ട്രെയിൻ പോയി. ഇനി അടുത്ത ട്രെയിൻ വരട്ടെ, അപ്പൊ പണിയാം. ഇതാ മൂന്നാമത്തെ ഷെഡ്. എന്ത് ചെയ്യാൻ പോവാ? ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ അടുത്ത് വെട്ടാള് സ്കെച്ചിങ്. കഷ്ടം. ഇതൊന്നും മര്യാദക്ക് ചെയ്തു തെറ്റിക്കാതെ. നിങ്ങളല്ല പറഞ്ഞ കൂട്ടി കുറക്കില്ലെന്നു. ഹലോ, പതിയെ പറയും, പതിയെ. ഭായിയുടെ ഈ ആത്മാർത്ഥാണുമ്പോഴേ ഈ കടൽ ഭായാൻ തോന്നും. അതെ, ഈ സ്വർണ്ണമൊന്നും ഇവിടെ വെക്കാൻ നിൽക്കണ്ട. വല്ല ആന്ധ്രയിലോ തമിഴ്നാട്ടിലോ കൊണ്ടുപോയി വെക്കണം. ഒന്നിനും ഒരു തെളിവും വെക്കാൻ പാടില്ല. ദേ, ഈ സാധനങ്ങളൊക്കെ എടുത്ത് ആ പാത്രത്തിൽ കൊണ്ടുപോയി വെച്ചേ. കക്കാൻ പഠിച്ചപ്പോരാ, നിൽക്കാനും പഠിക്കണം. ഭായാള് പുലിയാണല്ലേ. നമ്പർ എന്തായോ? നമ്പർ ആനന്ദ. കണക്ക് എത്തിക്കാനായിട്ട് ഫോൺ നമ്പർ, ആധാർ കാർഡ്, ഫോട്ടോയും. അത് ശരി, സേർട്ടും മറിച്ച് റിലാക്സ് ചെയ്തിരിക്കണല്ലേ. കള്ളും കൂടെ എടുക്കട്ടെ. ഓഹ്, എടോ ട്രെയിൻ പോകുന്ന ശബ്ദം കേൾക്കാൻ പാടില്ല. ഒന്ന് എണീറ്റ് കുത്തടോ. അതെ, ഒന്ന് ആഞ്ഞു കുത്ത്, അതിന് വേദനിക്കില്ല. സോറി ദേവായി. നീ ചെല്ല്. ആ ടൂൾ കിറ്റും ഗ്യാസ് കട്ടറൊക്കെ എടുത്തോ. അവരോട് വേഗം വരാൻ പറ. നമുക്ക് എത്ര പെട്ടെന്ന് സ്കൂട്ടാവാന്ന്. പെട്ടെന്ന് വരാൻ പറട്ടോ. ശിവേട്ടാ, എന്താ കുത്തി പൊളിച്ചു കഴിഞ്ഞു? വേഗം പോവാം. ഞാൻ വന്നോളാം. ഭായ്, സമയം കളയണ്ട, സ്കൂട്ടാ. ഇതൊക്കെ ചെയ്ത് കേൾക്കട്ടെ. ചാട് ചാട് ചാട്. ചാടാൻ എൻ്റെ ഷെയർ എടുക്ക്. എന്റെ ബായ്, അത് നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. ഇത് വൺ വേ അല്ലേ, എല്ലാരും ഇതിക്കടെ തന്നെയല്ലേ വന്നേ. ബായ് എന്താ ഇങ്ങനെ ഡോണ്ട് പറയുന്നു? ഭായ്, ഇത്തിരി കുറവുണ്ടോ? ഉണ്ടാവും. ഇത് മറ്റവൻ്റെ ഒരു കുറവല്ല. എന്തായാലും മാറ്റി വെച്ചേക്കാം, അല്ലെങ്കിൽ മാറിപ്പോയി നമുക്ക് പണി കിട്ടും. ഒന്ന് കൈ വെച്ച. തള്ളിത്താനേ. നോക്കിച്ചാട് നോക്കിച്ചാട്. ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ പുറത്തു ഡോണ്ട് പറയുന്നു. എടാ, ഈ ഡ്യൂട്ടി ടൈമിൽ യൂണിഫോമിൽ വേണം ഈ വെള്ളടി. എനിക്കിറങ്ങട്ടെ. പോലീസോ? പോലീസ് വന്നിട്ടുണ്ട്. പോലീസാ? എവിടെ? അവിടെ മുന്നില്. ചെന്ന് നോക്കാം. പോലീസ്, നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഞാൻ നോക്കിയിട്ട് വരാം. പോലീസ് മനസ്സിലായി. പോലീസ് താൻ നോക്കിക്കോ. തന്റെ ഈ വെള്ളടി ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു എസ് കൈയോടെ പോക്കും. പുള്ളിക്ക് കാലിൻ്റെ ഇടയിൽ കൈയും വെച്ച് കിടന്നുറങ്ങിയതില്ല. നമ്മളാണ് രാത്രി ഈ തവള കൊടുത്ത കാര്യാതി അടുത്ത് ഇമാതിരി ആദരവുകൾ. എടോ, തന്നെ ഒന്നും ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. എടോ, ഈ അടിക്കുമ്പോൾ നല്ല സാധനം മേടിച്ച് അടിച്ചുകൂടെ?
സർക്കാർ സീല്, സർക്കാർ ജോലി, സർക്കാർ വെള്ളം. ഇത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ലേ? വേണമെങ്കിൽ താവരനെ അടിച്ചോ. എനിക്ക് വേണ്ട. വെറുതെ ലൈഫ് കളയാനായിട്ട്. എനിക്ക് ഡ്യൂട്ടി ടൈമിൽ അടിച്ച് കൂടുതലാ. ഡ്യൂട്ടി ടൈമിൽ ആയതുകൊണ്ടാണോ അടിക്കേണ്ടി വരുന്നത്? കഴിഞ്ഞ സീസണിൽ ചത്തവന്റെ പാർട്ടിക്കാരി ഈ സീസണിൽ തിരിച്ചു വരും. ഈ സീസണിൽ ചത്തവന്റെ പാർട്ടിക്കാരി അടുത്ത സീസണിൽ വരും. ഈ ചക്കമാങ്ങ രണ്ട് പോലീസുകാരവിടെ മദ്യപിച്ചോണ്ടിരിക്കുക. നിങ്ങൾ നോക്കി കണ്ട് സൗകര്യം പോലെ ചാടിക്കോ. എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ സിഗ്നൽ തരാം. ഇയാളെ വെപ്രാളം മൊത്തമൊന്നും ചെയ്യണ്ട. അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കും. ഇയാളെങ്ങനെ പോയി ചാടി കൊടുത്താലേ